ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പാലപ്പവും ഒരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. ആദ്യം പാലപ്പത്തിനുള്ള ഈ അരി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാമേ. ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ട് നേരത്തെ ഞാൻ കുതിർത്ത് ഇപ്പം ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ്. ഇത് ഒരു 1.5 കപ്പ് അരിയുണ്ട്. ഇത് ഒന്നിച്ച് മിക്സിയിലിട്ട് അരയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇത് അതിനാവശ്യത്തിലുള്ള തേങ്ങ ചിരകിയത്. ഇത് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. അതിനാവശ്യത്തിനായിട്ട് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇത് കൈമ റൈസ് ഉണ്ടല്ലോ, ആ അരിയാണ്. ഇതിനായിട്ട് ഞാൻ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം എടുത്തിട്ട് അതിൽ ഞാൻ ഈസ്റ്റും പഞ്ചസാരയും കൂടെ നന്ന വെള്ളത്തിൽ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ബാറ്റർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കിയുള്ള മാവ് ഞാൻ ഇതിലൊഴിച്ചു കൊടുക്കുകയാണ്. ഇതും കൂടി ഇട്ട് അരച്ചെടുക്കാമേ. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങ അത് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് വെച്ചിരിക്കുന്ന ചോറ് ഇതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഏത് റൈസിൻ്റെ ചോറ് വേനയിലും എടുക്കാം. ഞാൻ ഇന്നിവിടെ ഇതായിരുന്നു എടുത്തത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. അതെല്ലാം ഞാൻ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പാലപ്പത്തിന് അരി അരയ്ക്കുമ്പോൾ അത് ചോറും കൂടെ ചേർത്ത് അരച്ചാലേ പാലപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഞാൻ ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അരിയെല്ലാം ഞാൻ അരച്ച് ഞാൻ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇനി ആദ്യം കുറേ ബാറ്റർ ഞാൻ എടുത്ത് വെച്ചിരുന്നില്ലേ, ഇതൊന്ന് കുറുക്കിയെടുക്കാം ഗ്യാസിൽ വെച്ച്. ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ആ ബാറ്റർ ഞാൻ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് ഗ്യാസിൽ വെച്ച്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഇത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം, എല്ലായിടത്തും ഒരേപോലെ എത്തത്തക്ക രീതിയിൽ. ഇതിനകത്ത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇത് അടച്ചു വെച്ച് കൊടുക്കുക. ഇത് ഞാൻ ഓവർനൈറ്റ് ഒന്ന് വെക്കുകയാണ്. ഇത് രാവിലെ എടുത്ത് പാലപ്പം തയ്യാറാക്കാവേ. പാലപ്പത്തിൻ്റെ മാവെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ്. അതിന് കുറച്ചൊരു മധുരത്തിന് വേണ്ടി. അത് പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് വിടാം. ഇതിൻ്റെ മാവ് കുറച്ചൊന്ന് ടൈറ്റായിട്ടിരിക്കുകയാണ്. ഞാൻ ഇതിൽ 2 ടേബിൾ സ്പൂൺ പശുവും പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ബാറ്റർ ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഉപ്പും പഞ്ചസാരയും ഒക്കെ ചേർത്ത് വയ്ക്കുക. അപ്പോൾ അത് കുറച്ചുകൂടെ ഇതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടുമേ. ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാമേ. ഇനി വെജിറ്റബിൾ കറി ഉണ്ടാക്കാമേ. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് അതിനാവശ്യത്തിലുള്ള കറിവേപ്പില, 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിലുള്ള തേങ്ങാപ്പാൽ. ഇത് തേങ്ങയുടെ 2ാം പാൽ, ഇത് 1ാം പാൽ. ഒരു വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. കുക്കറിലാണ് വയ്ക്കുന്നത്. കുക്കറിലാകുമ്പോൾ ഇത് ഒറ്റ വിസിലിന് വെന്ത് കിട്ടുവേ. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ സവാള ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് സവാളയൊന്നും നല്ലതായിട്ട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതാണെങ്കിൽ ഒന്ന് വഴട്ടിയെടുത്താൽ മതിയല്ലോ വെജിറ്റബിൾ അല്ലാതെ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് അതാണ് ഞാൻ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇതിനൊരു കളറിന് വേണ്ടിയിട്ടാണ് ഈ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്.
ഇനി വെച്ചിട്ട് തേങ്ങയുടെ രണ്ടാം പാല് അത് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ചൂടായിട്ട് മാത്രമേ ഇതിൽ ഒഴിച്ചു കൊടുക്കാവൂ. ഇത് ഇതിൽ ഒഴിച്ചു കൊടുക്കാമേ. ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കണേ. അടച്ചു വെച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാവേ. രണ്ട് വിസിലെടുത്ത് എനിക്കിത് വേവാന്, കാരണം കിഴങ്ങ് വെന്തില്ലായിരുന്നേ ആദ്യം. അതെല്ലാം നന്നായിട്ട് വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാല് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കരുത്, ചൂടാക്കി എടുക്കുകയാകാം. ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. പാലപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പാലപ്പം. അപ്പോൾ നമ്മുടെ പാലപ്പം വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്